സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ, വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രധാന അധ്യാപികയ്ക്ക് എതിരെ നടപടി, അല്ലെങ്കിൽ ഇന്നലെ ഈ ഡിസിപ്ലിനറി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപികർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് മുഖരക്ഷിക്കാനുള്ള നീക്കത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ സ്കൂളിന്റെ മുൻ അധ്യാപകനായിരുന്നു രാജേന്ദ്രപ്രസാദ്. അദ്ദേഹം ഇവിടുന്ന് എച്ച്.എം.ആയി റിട്ടയർഡ് ആയതാണ്. DCC അധ്യക്ഷനാണ്. താങ്കൾ ഇവിടെ അധ്യാപകനായിരുന്നു, പിന്നീട് എച്ച്.എം.ആയി. ഒട്ടേറെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പരിചയമുള്ള ഒരാളാണ്. ഈ അങ്ങ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു? ഞാനിവിടെ വിദ്യാർത്ഥിയുമായിരുന്നു, അധ്യാപകൻ മാത്രമല്ല. ഞാൻ 62 ഇവിടെ വന്ന് വിദ്യാർത്ഥിയായി പോയി, 68 ഇവിടെ അധ്യാപകനായി വരികയാണ്. ആ കാലഘട്ടത്തിൽ ഈ ലൈനില്ല, പിന്നീടാണ് ഈ ലൈൻ പിടിച്ചത്. ഞാൻ അധ്യാപകനായി വന്ന സമയത്ത് ഈ ലൈനില്ല. പക്ഷേ ഈ ലൈൻ അനധികൃതമാണ് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. നമ്മുടെ നാട്ടിൻപുറത്തൊരു ശൈലിയുണ്ട്. അപ്പുറത്ത് താമസിക്കുന്ന ഒട്ടനവധി വീട്ടുകാർ, ആ വീട്ടുകാർക്ക് സഹായം നൽകാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡും പൊതുപ്രവർത്തകരും കൂട്ടായി ഒരു കണ്ണടച്ച് ചെയ്യുന്നതാണത്. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്ന് ഈ ദാരുണമായ സംഭവം തെളിയിച്ചിരിക്കുന്നു. പക്ഷെ അന്ന് ഇവിടെ ഈ ഷെഡ് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഈ ഷെഡ് അടുത്ത കാലത്തുണ്ടായതാണ്. ഈ സമിതി അധികാരത്തിൽ വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത്. യഥാർത്ഥത്തിൽ ആ സൈക്കിൾ ഷെഡാണ് ഈ മരണത്തിന് കാരണം. ലൈൻ താഴെ കിടക്കുന്നു. താഴെ നിന്ന് കളിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കാരണവശാലും അതിലേക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല. ആ ഷെഡില്ലായിരുന്നെങ്കിൽ, അതിൻ്റെ മുകളിൽ ഈ കുഞ്ഞ് കയറിയില്ലായിരുന്നെങ്കിൽ അവന് മരണം സംഭവിക്കില്ല. അവനിപ്പോഴും ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നതിന്. അപ്പോൾ സൈക്കിൾ ഷെഡാണ് പ്രധാനം. അത് വെച്ചത് ആരുടെ അനാസ്ഥയാണ്? അത് മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥയാണ്. അതിന് പഞ്ചായത്തിൻ്റെ അനുമതിയില്ല. പഞ്ചായത്തിൻ്റെ അറിവോടുകൂടി അല്ല സൈക്കിൾ ഷെഡ് നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് തന്നെ അനുമതി കൊടുത്തിട്ടില്ല, അതിന് നമ്പർ ഇട്ടിട്ടില്ല. അതൊരു താൽക്കാലികമായി അവർ ചെയ്തു, ഒരനുമതിയുമില്ലാതെ. പക്ഷേ ഈ മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. എന്തുകൊണ്ട് UDFന്റെ ഭരിക്കുന്ന പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചില്ല? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് ഉത്തരവാദി? ഒന്ന്, സ്കൂൾ മാനേജ്മെൻറ്റ്. ഈ ഷെഡ് പണിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷെഡ് അനധികൃതമാണ്. ആ അനധികൃത കൺസ്ട്രക്ഷൻ നടത്തിയ മാനേജ്മെൻറ്റാണ് ഫസ്റ്റ് ഉത്തരവാദി.